ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം കാണിച്ചെന്ന പ്രചാരണത്തിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കി. അപ്പം ഈ സംഭവത്തിൽ ആരോപണം ഉന്നയിച്ച യുവതിക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് ഈ യുവാവിന്റെ കുടുംബം. മരണത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് അസ്വാഭാവിക മരണത്തിന് നിലവിൽ കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ദിൽഷയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കിപ്പം ഉള്ളത്. ദിൽഷ, ഇന്നലെ തന്നെ കുടുംബം പറയുന്നുണ്ടായിരുന്നു മാനസിക സമ്മർദ്ദമാണ് ഇയാൾ ദീപകിന്റെ മരണത്തിന് കാരണമെന്ന്. ആ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് ഇപ്പോഴും എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് കുടുംബത്തിന്റെ അടുത്ത നീക്കം? തീർച്ചയായിട്ടും സേതു, നിയമ നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് ദീപകിന്റെ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ബസ്സിൽ വെച്ച് ദീപക് യുവതിയോട് അപമര്യാദയായിട്ട് പെരുമാറുന്നതിന്റെ വീഡിയോ യുവതി സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്തത്. ഇതിന് പിന്നാലെ ആ വീഡിയോ വലിയ രീതിയിൽ വൈറലാവുകയും ചെയ്തു. കൂടുതൽ ആളുകളിലേക്ക് ആ വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ എത്തി. ഇതിനുശേഷം നിരവധി പേർ ദീപകിന്റെ കുടുംബാംഗങ്ങൾക്കും ദീപകിനും ഈ വീഡിയോ അയച്ചു കൊടുക്കുകയുണ്ടായി. ഈ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ദീപക് വലിയ രീതിയിലുള്ള മനോവിഷമത്തിലായിരുന്നു എന്ന് തന്നെയാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കം പറയുന്നത്. ആ സമയത്ത് തന്നെ യുവതിക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് ദീപക് ഇന്നലെ രാത്രിയോടുകൂടി ഇന്നലെ പുലർച്ചയോടുകൂടി ഇത്തരത്തിൽ കിടപ്പുമുറിയിൽ ജീവനൊടുക്കിയ നിലയിൽ ദീപകിനെ കാണുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇന്നലെയാണ് മൃതദേഹം സംസ്കരിച്ചത്. ഇതിന് പിന്നാലെ ബന്ധുക്കളും നാട്ടുകാരും ദീപകിന്റെ സുഹൃത്തുക്കളും എല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിൽ തന്നെയാണ്. കാരണം ഈ വീഡിയോ AI നിർമ്മിതമാണ്, അല്ലെങ്കിൽ ഈ വീഡിയോ മനഃപൂർവ്വമായി ആ യുവതി ചെയ്തതാണ് എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ദീപകിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും അടക്കം ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് കുടുംബം. വ്യക്തിഹത്യ നടത്തി സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചു, ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് കുടുംബം മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും മെഡിക്കൽ കോളേജ് പോലീസ് ഇന്നലെ തന്നെ അസ്വാഭാവിക മരണത്തിന് കേസ് എടുത്തിട്ടുള്ളതാണ്. യുവതി എന്ന തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. യുവതിക്ക് കടുത്ത സൈബർ അറ്റാക്ക് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ നേരിടേണ്ടി വരുന്നത്. വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് അവർക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. എന്നാൽ പോലും അവരുടെ തീരുമാനത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇയാൾ മരിച്ച ദീപകിന്റെ കുടുംബം നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. ദിൽഷയാണ് വിവരങ്ങൾ നൽകിയത്.